ഒരു പ്ലാനും ഇല്ലാതെ ജീവിക്കണം എന്നുള്ളതാണ് പ്ലാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ സ്ട്രാറ്റജി. അത് തുടക്കം മുതലേ അങ്ങനെയാണ്. ചേച്ചി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, സിനിമ നമ്മൾ തിരഞ്ഞെടുക്കണം, നമ്മൾക്കായിട്ടത് ചെയ്യാൻ പറ്റില്ല എത്ര നമ്മൾ പ്ലാൻ ചെയ്താലും. ഈ സിനിമ വന്നത് 2018 ക്രിസ്റ്റോനെ മീറ്റ് ചെയ്തു, 22 ഷൂട്ട് ചെയ്തത്. അപ്പം ഞാൻ എത്ര വിചാരിച്ചാലും 22 എനിക്കത് ഇറക്കാൻ പറ്റില്ല. 23 എത്ര ആഗ്രഹിച്ചിട്ടും എനിക്ക് ഇറ്റ്സ് നോട്ട് ഇൻ മൈ ഹാൻഡ്സ്. അതിനൊരു സമയം പറഞ്ഞിട്ടുണ്ട്, അത് ഇപ്പോഴായിരുന്നു. അത് എന്തൊരു നല്ല സമയമാണെന്നും കൂടെയാണ്. ഈ വർഷം മലയാള സിനിമയ്ക്ക് ഒരു വലിയൊരു ഇങ്ങനെ കോരിച്ചൊരിയുന്ന ബ്ലെസ്സിങ്സാണ്. ഫസ്റ്റ് റിലീസ് മുതൽ ജാനുവരി 7 ആട്ടം മുതൽ ഇപ്പോൾ വരെ നോക്കുകയാണെങ്കിൽ പ്രേക്ഷകർക്കും ആ ഒരു ഊർജ്ജം പ്രേക്ഷകരിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. സോ കറക്റ്റ് സമയത്തിന് നമുക്കത് റിലീസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതും ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. പിന്നെ ഞാൻ ഈ ചെയ്യാതിരിക്കുന്ന സമയത്ത്, മലയാളത്തിൽ സിനിമ ചെയ്യാത്ത സമയത്ത് ഞാൻ തമിഴിലും ഹിന്ദിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ദൈർഘ്യവും അത് ഫിനിഷ് ചെയ്യുന്നതിൻ്റെ ആ ഇടവേളയാണ് സത്യം പറഞ്ഞാൽ വരുന്നത്. പക്ഷേ വിഷ്ണു ആലോചിച്ചാൽ പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ്. ഒരു വർഷത്തിൽ 1-2 സിനിമയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അതിന് വേറൊരു നാരേറ്റീവ് ഇല്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഒരിക്കലും മലയാളം വിട്ടിട്ട് ഒരു ഇടവേള ഞാനായിട്ട് ആഗ്രഹിക്കില്ല എന്തായാലും.